ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക ബജിയുമായിട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ചക്കത ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 ചക്കച്ചുള ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ അതിന് വേണ്ടുന്ന സാധനം: 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ അരിഞ്ഞ് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇത് രണ്ടും കൂടെ, ഇഞ്ചിയും ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. പച്ചമുളക് അതിലിടണ്ട, അത് അരിഞ്ഞിട്ടാൽ മതി. രണ്ടും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയ്ക്കണ്ട, ചെറിയ ഒരു ഇത് മതി, അരവ് മതി. പിന്നെ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കണം. അതിനായി ഇപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാൻ എണ്ണ വേണം. അപ്പോൾ ഞാനിപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായി ഇനി വേണ്ടത്, ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഈ അളവിൽ, ഞാൻ ഈ പാത്രത്തിൻ്റെ അളവിൽ ഒരു പാത്രം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം. അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിടാം. ഇപ്പോൾ ഒരളവിന് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അത് കുഴച്ച് നോക്കിയതിന് ശേഷം അതിലേക്ക് ശകലം ഉപ്പ് പൊടിയും ഇട്ട്, നമ്മുടെ അപ്പത്തിനൊക്കെ ഇടുന്ന പൊടി, സോഡാപ്പൊടി കുറച്ച് അതും കൂടെ ഇടുക. അത് നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ചെടുക്കാം. ഇവിടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിന് ചക്ക ഒന്ന് അതിലേക്കിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇട്ട ഉടനെ തന്നെ കോരിയെടുക്കണം. അതിൽ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് ഉലഞ്ഞു പോകും എന്നുള്ള ഒരു പരുവത്തിലായി പോവും. അതുകൊണ്ടാണ്. പക്ഷേ ഇതിന് നല്ല ഒരു രുചിയും വരും ഇങ്ങനെ ആക്കുമ്പോൾ, ഇങ്ങനെ ഇടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. ചെറിയ ഒരു ഇത് മതി. കണ്ടോ? ഇനി നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് നേരം കിടന്ന അരിയം ഒന്നിട്ട് വാട്ടിയെടുത്താൽ മതി. ഇവിടെ കോരി വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അടുത്ത് നമുക്ക് ഇതെന്താ ചെയ്യാൻ നോക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശകല എണ്ണയും ഒഴിച്ച് കുറച്ച് കരിവേപ്പിലയും ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇടാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശകലം ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുക. മുളക് പൊടിയും ഉപ്പും കൂടെ വേണം. ചെറുതായി മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇച്ചിരി മൂക്കണം. മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച ചവയ്ക്കും. അതുകൊണ്ടാണ്. മൂത്താൽ നല്ല ഒരു മണവും രുചിയും ഉണ്ടാവും. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന ഫില്ലിങ്സ്, ചക്ക അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക.
നല്ല നൈസായിട്ട് അരിയണം ചക്ക, എങ്കിൽ തന്നെയാണ് നല്ല രുചിയുണ്ടാവുള്ളൂ. കണ്ടോ, ഇപ്പോൾ അതെല്ലാം എല്ലായിടത്തും പിടിച്ച് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തട്ടി വറട്ടിയെടുക്കാൻ വേണ്ടി. നല്ല രുചിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. ചക്ക കഴിക്കാത്തവരും ഇത് കഴിക്കും. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ചക്ക കഴിക്കാത്തവരും ചക്ക കഴിക്കും. അത്ര ടേസ്റ്റാണ്. ചക്ക അന്വേഷിച്ച് നടക്കും, അത്ര ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കയുടെ സമയമാണല്ലോ എല്ലായിടത്തും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഫില്ലിങ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയിട്ട് വരാം. മാവിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിലൊട്ടുകയാണെങ്കിൽ ശകല എണ്ണയും കൂടെ. ഇത് മാവിടെ തയ്യാറായിട്ടുണ്ട്. കയ്യിൽ ഒട്ടാതെ മാവ് പുരട്ടുക. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൂരിക്കൊക്കെ പരത്തും പോലെ ചെറിയ ചെറിയ ബൗളുകളാക്കി പരത്തിയെടുക്കാം. ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ് ചെയ്യാം. ഫില്ലിങ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മടക്കിയെടുക്കാം. അപ്പം ഞാനിങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി സൈഡിൽ ശകലം എണ്ണയോ, ഇത് ഒട്ടാത്തത് കൊണ്ട് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശകലം എണ്ണയോ വെള്ളമോ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ഏതാല്ലാത്തത് എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ കാണിക്കുന്നത്.